കട്ടക്കലിപ്പന്റെ മാലാക പെണ്ണ്. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. റോണി മുടിയിൽ അമർത്തിപ്പിടിച്ച സീറ്റിലേക്ക് ചാരിയിരുന്നു. കണ്ണൻ വാപൂത്തി പിടിച്ചുകൊണ്ട് കരഞ്ഞു. ഡ്രൈവ് ചെയ്യുന്ന ആൾ 3 പേരെയും മാറി മാറി നോക്കി. അല്പം പ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകളും അവരുടെ കരച്ചിൽ കേട്ട് നിറഞ്ഞു. മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി മരണത്തിന് മുന്നിൽ മല്ലിടുന്ന കാണുമ്പോൾ മനുഷ്യത്വമുള്ള ഏതൊരാളുടെയും കണ്ണ് നിറയും. അദ്ദേഹം കാറിന്റെ സ്പീഡ് കൂട്ടി. 3 പേരുടെയും കരച്ചിൽ ആ കാറിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. രുദ്രൻ അവന്റെ നെഞ്ചിലേക്ക് അവൾ അമർത്തി വെച്ചു. ഈ വിധി, ഈ വേദന അവന് നൽകാമായിരുന്നില്ലേ എന്നവൻ 1000 തവണ ദൈവത്തോട് ചോദിച്ചു. അവന്റെ പെണ്ണിനെ വേദനയ്ക്ക് ഇട്ടുകൊടുത്ത ദൈവത്തെ അവൻ വെറുത്തുപോയ നിമിഷം, ജീവിതമേ വെറുത്ത നിമിഷം. കാറ് ഹോസ്പിറ്റലിന് മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോഴാണ് റോണിക്ക് റോണയെ വിളിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ടതും റോണി ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് ഓടി. രുദ്രൻ യേശുവിനെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് പാഞ്ഞു. കണ്ണൻ പിന്നാലെയും. റോണയുടെ റൂമിന്റെ ഡോർ തുറന്ന് റോണി അകത്തേക്ക് കയറുമ്പോൾ റോണി അകത്തുണ്ടായിരുന്ന നഴ്സും രോഗിയൊന്ന് ഞെട്ടി. റോണയുടെ കണ്ണുകൾ റോണിയുടെ ഷർട്ടിലെ രക്തത്തിലായിരുന്നു. എന്താടാ ഹേർത്തി അവിടെ? പറയാൻ അവന് കഴിയുന്നില്ല. അത്രമാത്രം പറഞ്ഞ് ഓടിപ്പോകുന്ന റോണിക്ക് പിന്നാലെ റോണയും ഓടി. അവരോടുന്ന് കണ്ട് ആ ഹോസ്പിറ്റലിലുള്ളവരെല്ലാവരെ നോക്കി. റോണയും ഓടി വരുമ്പോൾ കണ്ടു രക്തം ഒലിച്ചിറങ്ങുന്ന യേശുവിനെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് രുദ്രൻ ഓടി വരുന്നു. അത് കണ്ടത് റോണയുടെ ശരീരം നിലച്ചു. അവന്റെ വേഗത കുറഞ്ഞു. നോട്ടം രുദ്രന്റെ കയ്യിൽ കിടക്കുന്നവളിലേക്ക് മാത്രമായി. റോണിയുടെ ശബ്ദമാണ് അവനെ തിരികെ കൊണ്ടുവന്ന് സ്ട്രക്ചറിൽ കിടത്തി ICUവിലേക്ക് കയറ്റുമ്പോൾ റോണ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. അവളെ പിടിച്ച കൈകൾ വിടാൻ പറയാതെ പറഞ്ഞു. രുദ്രൻ ആ കൈയിൽ അമർത്തി പിടിച്ചു. ശേഷം മുഖം താഴ്ത്തി നെറ്റിയിൽ ചുംബിച്ചു. പതിയെ അവന്റെ ചുണ്ടിനെ അവിടെ നടത്തി അവിടെ ചുണ്ടിലൊന്ന് മുത്തി. ഏട്ടാ വീട്ട് കരഞ്ഞുകൊണ്ടാണ് റോണ അത് പറഞ്ഞത്. രുദ്രന്റെ കൈ അയഞ്ഞതും അവളെ കൊണ്ട് അകത്തേക്ക് കയറി. ആ വാതിൽ അവർക്ക് മുമ്പിൽ അടഞ്ഞു. രുദ്രൻ അടഞ്ഞ വാതിലേക്ക് നോക്കി. ശേഷം അവനിട്ട് അവന്റെ വസ്ത്രത്തിലേക്കും. രക്തമാണ്, അവന്റെ ഈശയുടെ രക്തമാണ് അതിൽ മുഴുവനും. രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തലമുടിയിൽ അമർത്തി പിടിച്ച് വലിച്ചു. റോണി അവിടെയുള്ള ചെയറിലിരുന്നു. നെറ്റിയിൽ 2 കൈകളും താങ്ങി തലതാഴ്ത്തിയിരുന്നു. മുന്നിൽ ഏട്ടന്റെ നെഞ്ചിൽ ചാരിയെന്ന് പതിഞ്ഞു നോക്കുന്ന അവന്റെ ഏടത്തിയുടെ മുഖം അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു. കണ്ണൻ ചുമരിൽ ചാരി നിലത്തേക്ക് ഊർന്നിറങ്ങിയിരുന്നു. കണ്ണ. സ്നേഹത്തോടെയും ശകാരത്തോടെയും വേദനയോടെയും സന്തോഷത്തോടെയും വിളിക്കുന്ന അവന്റെ ചേച്ചിയുടെ ശബ്ദം അവന്റെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു. കണ്ണൻ കണ്ണുകൾ മുറുക്കെ അടച്ചു. അവസാനമായി കേട്ട വേദന കൊണ്ട് നിലവിളിക്കുന്നവളുടെ ശബ്ദം. ഈശ്വര, എൻ്റെ ചേച്ചി. അവന്റെ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു വന്ന തേങ്ങൽ ഒതുക്കുമ്പോഴും അവന്റെ ഉള്ളം മന്ത്രിച്ചത് അതായിരുന്നു. 3 പേരും പരസ്പരം നോക്കാതെ അങ്ങനെ ഇരുന്നു. രുദ്രന്റെ കണ്ണുകൾ അടഞ്ഞു കിടക്കുന്ന ആ വലിയ വാതിലേക്കായിരുന്നു. അങ്ങോട്ട് നോക്കി അങ്ങനെ നിന്നു. പതിയെ അവൻ അവന്റെ വലത്തെ കൈ ഉയർത്തി അവന്റെ കവിളിലൊന്ന് തൊട്ടു. കണ്ണുനീരൊന്നുമില്ല, പക്ഷേ കണ്ണുകൾ കരയുന്ന പോലെയുണ്ട്. പക്ഷേ കണ്ണിൽ നിന്നും വെള്ളം വരുന്നില്ല. രുദ്രൻ വീണ്ടും കവിളിൽ തലോടി. നെഞ്ച് വേദനിക്കുന്നുണ്ട്. ഹൃദയം മലമുറയിട്ട് കരയുന്നുണ്ട്. കണ്ണുകൾ രണ്ടും നീറി പുകയുന്നുണ്ട്. പക്ഷേ കരയുന്നില്ല. അതെന്താ? അവൻ അവനോട് തന്നെ ചോദിച്ചു. അവന്റെ നോട്ടം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലേക്ക് പോയി. രക്തമാണ്, ചുവന്ന നിറത്തിലുള്ള രക്തം. അവന്റെ പ്രാണനായവളുടെ രക്തം. രുദ്രനൊന്ന് തിരിഞ്ഞു നിന്നു. മുന്നിൽ തന്നെ നിലത്തിരുന്നിട്ടിരിക്കുന്ന വസ്ത്രത്തിലേക്ക് നോക്കി കരയുന്ന കണ്ണനെയാണ് കണ്ടത്. അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചുവന്ന നിറത്തിലേക്ക് നോക്കി കരയുകയാണവൻ. കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവന്റെ മടിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അത് കണ്ടതും രുദ്രൻ അവന്റെ കവിളിൽ വീണ്ടും തൊട്ടു. കണ്ണിൽ തൊട്ടു, വരണ്ട പോലെ. എൻ്റെ ജീവനല്ലേ അകത്ത് കിടക്കുന്നത്? അവളല്ലേ എൻ്റെ എല്ലാം. ആ ചൂടിലാ ഞാനുണ്ടോ? എന്നിട്ടെന്താ എനിക്ക് വേദനിക്കാത്തത്? ഞാനെന്താ കരയാത്തത്? അവൻ്റെ ഉള്ളം അവനോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. തലതാഴ്ത്തി റോണിക്കടുത്തുള്ള ചെയറിലിരുന്നു. അവനിരുന്നതറിയുന്നു. കരയുന്നതിനിടയിലും റോണി തലചരിച്ച് അവനെ നോക്കി. മുന്നിലെ ചുമരിലേക്ക് നോക്കിയിരിക്കുകയാണ്. കരയുന്നില്ല, എന്തോ ചിന്തിക്കുകയാണ്. നിർവികാരതയോടെ ഇരിക്കുകയാണ്. മുടിയെല്ലാം പാറിപ്പറന്ന് രക്തം കട്ട പിടിച്ച പടന്നു പിടിച്ച ഡ്രസ്സും വിളറി വെളുത്ത രക്തം വറ്റിയ മുഖവും. രുദ്രന്റെ ആ ഭാവം കണ്ടതും റോണിയിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് വന്നു. അവന്റെ ശബ്ദം ചെവിയിൽ പതിഞ്ഞതും രുദ്രൻ റോണിയെ തലചരിച്ചൊന്ന് നോക്കി. റോണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ടതും രുദ്രന്റെ കണ്ണൊന്ന് വിടർന്നു. അവൻ സ്വയം കവിളിലൊന്ന് തലോടി. ഇല്ല, ഇപ്പോഴും കരയുന്നില്ല. റോണി, എനിക്കൊന്ന് ഇതുപോലെ കരയണടാ. ഉറക്കെ. നേരത്തെ ഞാൻ അലറിക്കരഞ്ഞില്ലേ? അതുപോലെ കണ്ണീന്ന് വെള്ളമൊക്കെ വന്ന് നെഞ്ചുപൊട്ടി.
ഉറക്കെ ഉറക്കെ കരയണം. പക്ഷേ പക്ഷേ പക്ഷെ എനിക്ക് പറ്റണില്ലടാ. അവസാനത്തെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന പോലെ. രുദ്രനെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് റോണി ഉറക്കെ കരഞ്ഞു. അത്രത്തോളം ഈശയുടെ അവസ്ഥ അവരിൽ ഭയം നിറച്ചിരുന്നു. കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. രക്തത്തിൽ കുളിച്ചെടുക്കുന്ന രൂപം, അതാണ് അവരുടെ മനസ്സിൽ നിറയെ. രുദ്രനെ അടക്കി പിടിച്ചുകൊണ്ട് റോണി വിളിക്കുമ്പോൾ രുദ്രനൊന്നും മിണ്ടാതെ അവൻ്റെ കഴുത്തിൽ മുഖം അമർത്തി കിടന്നു. മനസ്സ് ശൂന്യമാണ്, അതുകൊണ്ടൊന്നും മിണ്ടിയില്ല. അവരെ തന്നെ നോക്കി നിലത്തിരുന്ന് കരയുന്ന കണ്ണിന് രുദ്രന്റെ സംസാരവും പ്രവൃത്തിയും കണ്ട് വല്ലാത്ത പേടി തോന്നി. എന്താ ഇങ്ങനെ? എല്ലാം ഓടി നടന്ന് ചെയ്യണ്ടേ? ഡോക്ടറിനോട് ചേച്ചിക്ക് എങ്ങനെയുണ്ട് ചോദിക്കണ്ടേ? മരുന്നൊക്കെ വാങ്ങിക്കണ്ടേ? ചേച്ചിയെ പോയി കാണണ്ടേ? അമ്മയോട് വിളിച്ചു പറയണ്ടേ? അമ്മ പേടിക്കില്ലേ? അവരെ സമാധാനിപ്പിക്കണ്ടേ? ഞങ്ങൾ സമാധാനിപ്പിക്കണ്ടേ? ഞങ്ങളുടെ ധൈര്യമല്ലേ, ഞങ്ങളുടെ ശക്തിയിലെ ഞങ്ങളുടെ ഏട്ടൻ. പിന്നെന്താ ഏട്ടൻ ഇങ്ങനെ? കണ്ണന് രുദ്രനെ നോക്കും തോറും എന്തോ പേടി തോന്നി, ടെൻഷൻ തോന്നി. അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് പൊട്ടി വന്ന കരച്ചിലടക്കാൻ പാടുവിട്ടു. നോട്ടം വീണ്ടും അവൻ്റെ ടീഷർട്ടിലേക്ക് പോയി. അതിൽ പടർന്ന അവൻ്റെ ചേച്ചിയുടെ രക്തം. കണ്ണനിറുക്കെ കണ്ണുകൾ അടച്ചു. അയ്യേ, ഒരാപ്പിൾ മുറിച്ച് കയ്യിലൊന്ന് പോറിയതിനാണോ ഇങ്ങനെ കരഞ്ഞു മൂക്ക് വലിക്കുന്നത്? ഏട്ടൻ കൊഞ്ചിച്ച് ഈ ഏടത്തിയമ്മയാകെ വഷളായി അല്ലേ അമ്മേ? ദിവസങ്ങൾക്ക് മുമ്പ് അവൻ പറഞ്ഞ വാക്കുകൾ തന്നെ അവൻ്റെ ചെവിയിൽ പതിഞ്ഞു. ഒപ്പം കയ്യിലെ ചൂണ്ടുവിരലിലെ മുറിവിലേക്ക് നോക്കി ഇടയ്ക്കിടയ്ക്ക് തേങ്ങുന്ന അവൻ്റെ ചേച്ചിയുടെ മുഖവും. കണ്ണൻ കണ്ണുകൾ വലിച്ചു തുറന്നു. തലയാകെ പെരിക്കുന്നു, ശരീരമാകെ തളരുന്നു. അവൻ ചുമലിൽ ചാരിയിരുന്നു. കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ട് ഒഴുകുന്നു. ഏട്ടാ. വാതിൽ തുറന്ന് റോണയുടെ ശബ്ദം കേട്ടതും കണ്ണിന് റോണി അവൻ്റെ മുഖത്തേക്ക് ഞെട്ടലോടെ നോക്കി. രുദ്രൻ റോണിയുടെ ഷോൾഡറിൽ നിന്ന് തല ഉയർത്തി അവനെന്ന് തിരിഞ്ഞു നോക്കി. റോണയും 2 ഡോക്ടേഴ്സും ഉണ്ടൊപ്പം. രുദ്രൻ ഒന്നും മിണ്ടാതെ ചെയറിലിരുന്നു, തല താഴ്ത്തി, ഒരു ഭാവവുമില്ലാതെ. അത് കണ്ട റോണ ഞെട്ടി. ഇങ്ങനൊരു ഏട്ടനെല്ലാം അവൻ പ്രതീക്ഷിച്ചത്. കാര്യങ്ങൾ എങ്ങനെ പറയും, എങ്ങനെ എടുക്കും, അതൊക്കെയായിരുന്നു അത്ര നേരം അവൻ്റെ ചിന്തകളിൽ. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായവൻ്റെ ഭാവം കണ്ട റോണ തകർന്നു. അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി താഴേക്ക് ഒഴുകിയിറങ്ങി. അടുത്തുള്ള ഡോക്ടർ അവൻ്റെ ഷോൾഡറിൽ തട്ടിയതും അവനൊന്ന് ഞെട്ടി. ചെയറിലിരിക്കുന്ന രുദ്രൻ്റെ മുമ്പിൽ റോണ മുട്ടുകുത്തിയിരുന്നു. രുദ്രൻ മുഖം അവൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. റോണ കയ്യിലുള്ളതെല്ലാം രുദ്രൻ്റെ കയ്യിൽ കൊടുത്തു. രുദ്രൻ തള്ളാഴ്ത്തി അതിലേക്കൊന്ന് നോക്കി. അവൻ്റെ ഈശയുടെ ശരീരത്തിൽ പറ്റിച്ചേർന്ന് കിടന്നിരുന്ന ആഭരണങ്ങൾ. അതിലേക്ക് നോക്കി രുദ്രനൊന്ന് ചിരിച്ചു. പക്ഷേ ചുണ്ടുകൾ വിടർന്നില്ല. കരയാൻ മാത്രമല്ല, ചിരിക്കാനും കഴിയുന്നില്ലല്ലോ എന്നുള്ള സമാധാനം. ഒരു ഓപ്പറേഷൻ വേണം ഏട്ടാ. അവളുടെ തലയ്ക്ക് നല്ല പരിക്കുണ്ട്. അവിടെയാണ് ഓപ്പറേഷൻ. ആഴത്തിലുള്ള മുറിവാ. റോണ ഇടറിക്കൊണ്ട് പറയുമ്പോൾ രുദ്രൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും ഇനിയൊന്നും പറയാൻ കഴിയില്ലെന്ന പോലെ റോണ രുദ്രൻ്റെ മടിയിലേക്ക് തലവെച്ച് പൊട്ടിക്കരഞ്ഞു. ഈ നേരം വരെയും കരയുകയായിരുന്നു. പെങ്ങളല്ലേ, ആകെയുള്ള പെങ്ങൾ, ഏട്ടാന്ന സ്നേഹത്തോടെ വിളിക്കുന്നവൾ. സ്ഥാനം കൊണ്ട് ഏടത്തിയാണെങ്കിലും അനിയത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ മാത്രമേ തിരിച്ചും പെരുമാറിയിട്ടുള്ളൂ. ചേർത്ത് പിടിക്കുമ്പോൾ പതിഞ്ഞു നിൽക്കുന്നവളല്ലേ, വാത്സല്യത്തോടെ നെറ്റിയിൽ ചുംബിക്കുമ്പോൾ പാൽപുഞ്ചിരി മടക്കി തന്ന് നെഞ്ചിലേക്ക് ചാരുന്നവളല്ലേ. ആ ശരീരം രക്തത്തിൽ മുങ്ങിയത് കാണാൻ സാധിച്ചില്ല. ആ ശരീരത്തിലേക്ക് സൂചി കുത്തിയിറക്കുമ്പോൾ സഹിച്ചില്ല. ശരീരം മൊത്തമുള്ള മുറിവുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തത്തെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ആ രക്തം ക്ലീൻ ചെയ്യാൻ സാധിച്ചില്ല. ഏട്ടന് വേണ്ടി മാത്രം മിടിക്കുന്ന ഹൃദയത്തിലെ മിടിപ്പ് നോക്കാനും അവന് കഴിഞ്ഞില്ല. ഓരോന്ന് ആലോചിക്കും തോറും അവൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കൂടി വന്നു. രുദ്രൻ റോണയുടെ മുടിയിൽ തലോടിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെയൊന്നും കരയാൻ കഴിയുന്നില്ലല്ലോ എനിക്ക്. അവൻ ചിന്തിച്ചത് അതാണ്. എന്താണ് കഴിയാത്തത്? റോണയുടെ കരച്ചിൽ കണ്ടതും ഒപ്പമുള്ള ഡോക്ടേഴ്സ് പരസ്പരം നോക്കി. ഇങ്ങനൊരവസ്ഥയിൽ അവൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഞെട്ടിലുണ്ട്. പിന്നെ അവർ ആരാധിക്കുന്ന രുദ്രനാഥ് എന്ന ആക്ടറിനെ കണ്ട ഒരു ഞെട്ടിലും. പക്ഷേ അവർക്ക് മുമ്പിൽ തകർന്നിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഒരു ഭർത്താവ് മാത്രമാണെന്നുള്ള ബോധ്യം അവരിലുണ്ടായിരുന്നു. മിസ്റ്റർ രുദ്രനാഥ്. ഒരു ഡോക്ടർ രുദ്രൻ്റെ തോളിൽ തട്ടി പതിയെ വിളിച്ചതും അവൻ തല ഉയർത്തി അവരുടെ മുഖത്തേക്ക് നോക്കി. റോണ മുഖം അമർത്തി തുടച്ച് രുദ്രൻ്റെ മടിയിൽ തന്നെ തലവെച്ചുകൊണ്ടിരുന്നു. അവർ പറയാൻ പോകുന്ന അവന് രുദ്രൻ്റെ മുഖത്ത് നോക്കി പറയാൻ വയ്യ. അതാണ് അതിന് പിന്നിലെ കാരണം. കുറച്ച് ആഴത്തിലുള്ള മുറിവാണ്. സ്കോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. നമുക്കൊരു സർജറി നടത്താം. ബ്ലഡ് നല്ല പോയിട്ടുണ്ട്. മുഖം അടിച്ച് വീണുകൊണ്ട് മുഖത്തും കയ്യിലൊക്കെ പൊട്ടലുകളുണ്ട്. പിന്നെ പേടിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല.
ബോഡി നമ്മളോട് റെസ്പോണ്ട് ചെയ്യണമല്ലോ. എന്നാലല്ലേ ആ ശരീരത്തിലേക്ക് മരുന്നുകൾ വെച്ചിട്ട് കാര്യമുള്ളൂ. ജീവൻ നിലനിർത്താനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ആ കുട്ടി പ്രതികരിക്കണം. ഇപ്പോൾ മാത്രമല്ല, സർജറിക്ക് ശേഷവും പ്രതികരിക്കണം. എങ്കിലേ പൂർണ്ണമായിട്ട് ഒരു ഉറപ്പ് തരാൻ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. അവർ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രനൊന്നും മിണ്ടിയില്ല. തലതാഴ്ത്തിയിരുന്നു. എല്ലാം കേൾക്കുന്നുണ്ട്. ഡോക്ടർ, ഒന്ന് കാണാൻ പറ്റുമോ? റോണിയുടെ ശബ്ദം കേട്ടതും രുദ്രൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ചോദിക്കാൻ വന്ന ചോദ്യമാണ്. പക്ഷേ തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പുറത്തേക്ക് വരുന്നില്ല. ഒന്നും മിണ്ടാൻ കഴിയാത്ത, ഒന്ന് കരയാൻ കഴിയാത്ത, ഒന്നിനും കഴിയാത്ത അവൻ്റെ അവസ്ഥയിൽ അവന് സ്വയം വെറുപ്പ് തോന്നി. റോണിയെ നോക്കിയ ആ നോട്ടത്തിൽ, ആ കണ്ണുകളിൽ അവന് കാണാൻ കഴിഞ്ഞത് നന്ദിയാണ്. റോണി രുദ്രനിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഡോക്ടേഴ്സിനെ പ്രതീക്ഷയോടെ നോക്കി. കാണാം, ഇപ്പോൾ മാത്രമേ അതിന് പറ്റുള്ളൂ. മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയാൽ ഞങ്ങൾ സർജറി നടത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ബോധം വന്നിട്ടേ കാണിച്ചിട്ടുള്ളൂ. ഇടയ്ക്ക് ദിവസങ്ങൾ പിടിക്കും. അതിലൊരു ഡോക്ടർ പറഞ്ഞു. റോണ കണ്ണുകൾ അമർത്തി തുടച്ച് രുദ്രൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. ആരെങ്കിലും ഒരാൾ ധൈര്യം കാണിക്കണം. രുദ്രൻ അതിന് കഴിയില്ല. അത് ഓരോ നിമിഷം അവൻ തന്നെ തെളിയിക്കുകയാണ്. റോണ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചപ്പോൾ അവൻ നോക്കിയത് അവൻ്റെ ഷർട്ടിലേക്കാണ്. സാരില്ലേട്ടാ, വാ. രുദ്രൻ്റെ കൈ പിടിച്ച് റോണ മുന്നിൽ നടന്നു. രുദ്രൻ അവന് പിന്നാലെയും. റോണിയും കണ്ണനും പരസ്പരം ഒന്ന് നോക്കി. ആ പോയത് അവരുടെ ഏട്ടനല്ലെന്നായിരുന്നു അവർക്കുള്ളിൽ. അവൻ്റെ ഒരു ഭാവമില്ലാത്ത ഒരു രുദ്രൻ. അവർക്ക് വല്ലാത്ത വേദന തോന്നി. കണ്ണ് നിലത്ത് നിന്നെഴുന്നേറ്റ് റോണിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. റോണിയും കരയുകയായിരുന്നു. റോണ അതും പറഞ്ഞുകൊണ്ട് രുദ്രൻ്റെ വിറക്കുന്ന കൈകളിൽ നിന്ന് പിടിവിട്ടു. റോണയിൽ നിന്ന് രുദ്രൻ മുന്നോട്ട് നടന്നു. റോണ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് കരച്ചിലടക്കി. ജനിച്ചതിൽ പിന്നെ കണ്ടിട്ടില്ലാത്തൊരു ഏട്ടനാണ് മുന്നിൽ നടന്നു പോകുന്നത്. അവൻ്റെ ശരീരം വിറക്കുന്നുണ്ട്. അവൻ്റെ കാലുകൾ ഇടറുന്നുണ്ട്. റോണ മനസ്സിൽ നിറഞ്ഞെന്ന വേദനയിൽ അത് നോക്കി നിന്നു. രുദ്രൻ മുന്നോട്ട് നടന്നു. ഒരു വലിയ റൂമാണത്. കർട്ടനുകൾ കൊണ്ട് മറച്ചിട്ടുണ്ട്. അതിനിടയിലൂടെ അവൻ മുന്നോട്ട് നടന്നു. പേടി കൊണ്ടോ ടെൻഷൻ കൊണ്ടോ അവൻ്റെ ശരീരം ഉലയുന്നുണ്ടായിരുന്നു. അവൻ കാലുകൾ വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ആ കാലുകൾ മുന്നിലുള്ള കാഴ്ച കണ്ടതും നിന്നു. മലർന്നു കിടക്കുകയാണ്. കണ്ണുകൾ അടച്ച്. രക്തമൊന്നും മുഖത്തില്ല. എല്ലാം ക്ലീനാക്കിയിട്ടുണ്ട്. വസ്ത്രം മാറ്റിയിട്ടുണ്ട്. ഒരു പുതപ്പ് അവൾക്ക് മുകളിൽ ഇട്ടിട്ടുണ്ട്. രുദ്രൻ പതിയെ അവൻ്റെ കാലുകൾ മുന്നോട്ട് വെച്ചു. കൈകൾ ആ ബെഡിൻ്റെ കമ്പിയിൽ പിടിച്ചു. പുതപ്പിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന അവളുടെ വിരലുകളിൽ അവനൊന്ന് തൊട്ടു. പെട്ടെന്ന് അവൻ്റെ കൈകൾ പിന്നിലേക്ക് വലിച്ചു. അവൻ ആ വിരലുകളിലേക്ക് നോക്കി. തൊലി അടർന്ന് രക്തം കട്ട പിടിച്ച് മുറിഞ്ഞു കിടക്കുന്നു. എല്ലാ വിരലുകളും അങ്ങനെ തന്നെ. രുദ്രൻ പതിയെ അവൻ്റെ വിരൽ കൊണ്ട് അവിടെ ഒന്ന് തഴുകി. മുഖം ചരിച്ച് അവൻ്റെ ഇഷയെ ഒന്ന് നോക്കി. ഇല്ല, അവൾ അറിയുന്ന പോലുമില്ല. അവൻ്റെ ഉള്ള നേറിപ്പുകഞ്ഞു. കണ്ണുകൾ അമർത്തി അടച്ചു. മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ്റെ ചുണ്ടിനിടയിൽ കിടന്ന വിരലുകളാണ് ഓരോന്നും. ആ വിരലുകൾ നുണഞ്ഞെടുത്തതാണ്. അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. കണ്ണുകൾ പുതപ്പിനുള്ളിൽ നിന്ന് പുറത്തു വെച്ച് അവളുടെ കയ്യിൽ തലോടി. കൈവിരലുകളിൽ അവൾ സൂചി വെച്ചിട്ടോ കല്ലുകൊണ്ട് ഒരഞ്ഞിട്ടോ എന്തോ വീങ്ങിക്കിടക്കുന്നു. തൻ്റെ മുടിയിൽ പിടിച്ച് കവിളിൽ വെച്ച് അവനെ അവളുടെ മുഖത്തേക്ക് അടുപ്പിക്കുന്ന കൈകളാണ്. രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണടച്ച് കിടക്കുകയാണ്. കവിളക്ക് വീർത്തിട്ടുണ്ട്. ചുണ്ട് പൊട്ടിയിട്ടുണ്ട്. നെറ്റിയിൽ മുറിവുണ്ട്. ആ കിടക്കുന്ന അവൻ്റെ ഇഷയില്ലെന്ന് തോന്നി അവന്. പതിയെ മുഖം താഴ്ത്തി ആ നെറ്റിയിൽ അവൻ്റെ നെറ്റി മുട്ടിച്ചു. ഇഷയില്ലാതെ നിന്റെ ഇച്ചക്ക് പറ്റണില്ലാട്ടോ. വേവാ, എന്നെ സ്വയം കുത്തി കൊല്ലാൻ തോന്നുക. എനിക്ക് ഭ്രാന്ത് പിടിക്കും എനിക്ക്. വാക്കുകൾ എണ്ണിപ്പെറുക്കി അവൻ പറഞ്ഞു പൂർത്തിയാക്കി. ഒന്നുകൂടെ അവളെ നോക്കി തിരിഞ്ഞടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.